ആവേശക്കടലേറി കൊട്ടിക്കലാശം, ഇനി നിശബ്ദ പ്രചാരണം. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വാശിയേറിയ പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീണു. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ സംസ്ഥാനമാകെ ആവേശം അലതല്ലി. നഗരകേന്ദ്രങ്ങളിലും ഗ്രാമങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും മുദ്രാവാക്യങ്ങളാലും സമ്പന്നമായി. നാടും നഗരവും ഒന്നാകെ ആവേശം അലയടിച്ചുയർന്നപ്പോൾ കൊട്ടിക്കലാശം ഇക്കുറി അത്യന്തം ആകർഷകമായി. ദിവസങ്ങൾ നീണ്ടുനിന്ന പോർവിളികൾക്കൊടുവിൽ ഓരോ മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശം ആവേശമാക്കാൻ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അരയും തലയും മുറുക്കി രംഗത്തെത്തി. റോഡ് ഷോയും റാലികളുമായാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും മണ്ഡലത്തിലെ കൊട്ടിക്കലാശ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. വയനാട്ടിൽ കോൺഗ്രസ് വാങ്ങിയ ഭൂമിക്കെതിരെ പ്രദേശവാസികൾ. വന്യമൃഗശല്യം രൂക്ഷമായ ഭൂമി വാങ്ങിയെന്നാണ് പ്രധാന ആക്ഷേപം. ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിനായി കോൺഗ്രസ് 5.42 ഏക്കർ ഭൂമിയാണ് വാങ്ങിയത്. ഇത് കാട്ടാനശല്യം ഏറെയുള്ള സ്ഥലമാണെന്ന പ്രദേശവാസിയായ മേപ്പാടി കുന്നമ്പറ്റ സ്വദേശി വനജ പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഒരു ബ്രോക്കർ വന്ന് ഭൂമി വിൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിലേക്ക് എന്തിനാണ് പുതിയ ആളുകളെ കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് ഭൂമി ഉടമയായ വനജ പറയുന്നു. താനൂരിനെ കുറിച്ചുള്ള വി അബ്ദുറഹ്മാന്റെ പാകിസ്ഥാൻ പരാമർശത്തിൽ പരാതി നൽകി UDF. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ നടത്തിയ പാകിസ്ഥാൻ പരാമർശത്തിൽ വെട്ടിലായി മന്ത്രി വി അബ്ദുറഹ്മാൻ. താനൂർ പാകിസ്ഥാനാണെന്നായിരുന്നു അബ്ദുറഹ്മാന്റെ പ്രസ്താവന. അബ്ദുറഹ്മാനെതിരെ നടപടി ആവശ്യപ്പെട്ട് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിലും പരാതി നൽകി. തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ മുമ്പ് 2 തവണ പാകിസ്ഥാനിൽ പോയി താൻ മത്സരിച്ചെന്നും അവിടെ വിജയിച്ചെന്നുമുള്ള പ്രസ്താവന ഏറെ രാഷ്ട്രീയ വിവാദമായിരുന്നു. മദ്യക്കുപ്പികളിൽ അർബുദ മുന്നറിയിപ്പ് പ്രത്യേകമായി വേണ്ടത് മനുഷ്യാവകാശ കമ്മീഷൻ. മദ്യപാനം ക്യാൻസറിന് കാരണമാകുന്ന വിവരം കുപ്പികൾക്ക് പുറത്ത് പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതില്ലെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കി. നിലവിലുള്ള ആരോഗ്യ മുന്നറിയിപ്പുകൾക്ക് പുറമെ ഓരോ രോഗത്തെക്കുറിച്ചും പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല എന്നാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് മദ്യക്കുപ്പികൾക്ക് പുറത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും രേഖപ്പെടുത്തുന്നതിനാൽ അർബുദത്തിന്റെ കാര്യം എടുത്തു പറയേണ്ടതില്ല. മദ്യപാനം അവയവങ്ങളെ ബാധിക്കുമെന്നും ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുമെന്നും ഇതിൽ നിന്ന് വ്യക്തമാണെന്ന് ഉത്തരവിൽ പറയുന്നു. കോങ്ങാട് ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. കോങ്ങാട് തടുക്കശ്ശേരി നാഗൻകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞോടി പാപ്പാനെ ചവിട്ടിക്കൊന്നു. പാപ്പാൻ രാമനാണ് മരിച്ചത്. കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഉത്സവത്തിനിടെ ഇടഞ്ഞത്. പകൽ ശീവേലിക്കിടെ തെക്കുംഭാഗം ദേശം എഴുന്നള്ളിച്ച ആനയാണ് അപ്രതീക്ഷിതമായി ഇടഞ്ഞത്. ജനങ്ങൾക്കിടയിലൂടെ വിരണ്ടോടിയ ആന സമീപത്തെ വീടുകളിലേക്ക് ഓടാൻ ശ്രമിച്ചു. വീടുകളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ആനയെ തടഞ്ഞു നിർത്തി തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പാപ്പാൻ രാമനെ ആന ആക്രമിച്ചത്. സുരേഷ് ഗോപിക്ക് ആശ്വാസം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി കേരള ഹൈക്കോടതി തള്ളി. ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി നടപടി. തൃശൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ജോഷി വില്ലടം സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാർ അടങ്ങിയ ബെഞ്ച് തള്ളിയത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ സുരേഷ് ഗോപിയും അനുയായികളും മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുവെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. ആലപ്പുഴയിൽ ഭാര്യയുമായുള്ള തർക്കത്തിനൊടുവിൽ യുവാവ് തീകൊളുത്തി മരിച്ചു. മദ്യപിക്കാൻ പണം നൽകാത്തതിനെ തുടർന്ന് യുവാവ് ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി മരിച്ചു. ആലപ്പുഴ കളപ്പുര ചക്കാലയ്ക്കൽ സന്തോഷാണ് മരിച്ചത്. കൊമ്മാടിയിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. കയർ ഫാക്ടറി ജീവനക്കാരനായ സന്തോഷ് രാവിലെ മദ്യപിച്ചാണ് വീട്ടിലെത്തിയത്. തുടർന്ന് വീണ്ടും മദ്യപിക്കാനായി ഭാര്യയോട് പണം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവ് PA മാധവന്റെ വാഹനാപകടത്തിൽ പരാതി നൽകി മകൻ. മുൻ MLA യും കോൺഗ്രസ് നേതാവുമായ PA മാധവനുണ്ടായ അപകടം ദുരൂഹമാണെന്ന് മകൻ സമീർ M നായർ പോലീസിൽ പരാതി നൽകി. സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളാണ് വാഹനം ഇടിക്കുന്നതിന് കാരണമെന്നാണ് പരാതിയിൽ പറയുന്നത്. കുടുംബം ആരോപിക്കുന്ന ദുരൂഹത പോലീസ് പരിശോധിക്കണമെന്നും മകന്റെ പരാതി അന്വേഷിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. വാഹനാപകടം നടക്കുന്ന സമയത്ത് PA മാധവൻ മണലൂർ മണ്ഡലത്തിന്റെ ചുമതലക്കാരനായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. തന്റെ പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നുവെന്ന് വീണ ജോർജ്. പോസ്റ്ററുകളും ഫ്ലക്സുകളും എല്ലാം വ്യാപകമായി നശിപ്പിക്കുകയും ബോർഡുകൾ എടുത്തുമാറ്റുകയും ചെയ്യുന്നുവെന്ന് വീണ ജോർജ് ഫോട്ടോ സഹിതം ഫേസ്ബുക്കിൽ കുറിച്ചു. ബോർഡിലെ ചിത്രങ്ങൾ കീറാം, പക്ഷേ ഈ അക്രമികൾക്ക് ജനമനസ്സുകളിലെ ചിത്രങ്ങൾ മാറ്റാൻ കഴിയില്ലെന്ന് വീണ ജോർജ് കുറിച്ചു. ചരിത്രം കുറിച്ച് ആർടെമിസ് 2 സംഘം. 54 വർഷത്തിനു ശേഷം ചന്ദ്രന്റെ പിന്നിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യർ എന്ന ചരിത്രം കുറിച്ച് ആർടെമിസ് സംഘം. ചന്ദ്രനെ ചുറ്റിയ ഒറയോൺ എന്ന
പേടകവും ഭൂമിയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യനെന്ന റെക്കോർഡ് ആർട്ടിമിസ് ദൗത്യത്തിന്റെ ഭാഗമായ ആ 4 പേർക്ക് സ്വന്തമായി. ഭൂമിയിൽ നിന്ന് 4,06,771 കിലോമീറ്റർ അകലെ വരെ എത്തി. പുതിയ റെക്കോർഡ് പിറന്നത് ഇന്ത്യൻ സമയം പുലർച്ചെ 4:37 അപ്പോളോ 13 സംഘത്തിന്റെ 1970 ഏപ്രിൽ 14 റെക്കോർഡാണ് ആർട്ടിമിസ് സംഘം മറികടന്നത്.